ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ നാളായി ലോങ് ഫോർമാറ്റ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതേ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുക്കുന്ന ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നത് എനിക്ക് ആംഗിളൊന്നും ശരിയല്ല. അടുക്കള മൊത്തമാണ് കാണുന്നത്. ചെക്ക് ചെയ്യുന്നതൊന്നും കറക്റ്റായിട്ട് കാണുന്നില്ല. ഉള്ളി എത്തിയെന്ന് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ സ്റ്റാൻഡൊക്കെ മാറ്റിട്ടാ. പിന്നെ കയ്യിലോട്ട് തന്നെയായി മൊബൈൽ. പിന്നെ ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്തത് അങ്ങനെ ഒന്നുകൂടെ എക്സ്പെർട്ടാണ്. എന്നിട്ട് സ്റ്റാൻഡിലൊക്കെ ഷൂട്ട് ചെയ്യാം. നമുക്ക് ആസ്പറാഗസിൻ്റെ തോരൻ വെക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് വെക്കുന്നത്. എൻ്റെ രുചി അറിയില്ല, നോക്കണം. നമ്മുടെ വെളിച്ചെണ്ണ കുറച്ചെടുക്കുവാണേ. കിട്ടുന്നില്ല, ഒന്നെടുക്കട്ടെ. ഇനി ഇതാണ് ശതാവരി അരിഞ്ഞ് വെച്ചത്. തോരനുണ്ടാക്കുമ്പോൾ ആദ്യമേ കടുകാണ് ഇടേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ കടുകില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യമേ സവോള ഒന്ന് ജസ്റ്റ് വഴറ്റാൻ എടുക്കുവാണേ. അതൊന്ന് ചെറുതായി ഒന്ന് വന്നിട്ട് നമുക്ക് ആ മറ്റേ ആസ്പറാഗസിൻ്റെ കട്ട് ചെയ്തതും കൂടി ഇടാം. ഇത് ചെറുതായിട്ട് വാടി തുടങ്ങി. ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി പച്ചമുളക്, 2 പച്ചമുളക് ഫ്രോസനാണേ. വേണ്ട, ഫ്രിഡ്ജിൽ നിന്ന് ഫ്രോസനാക്കി വെക്കുന്നതാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ കവറിലിട്ട് കഴുകിയിട്ട് വെക്കും. കുറച്ച് നാൾ ഉപയോഗിക്കാനുണ്ടാവും. ഫ്രീസറിൽ വെക്കും. കറിവേപ്പിലും കുറച്ചിട്ട് കൊടുത്തു. നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ആസ്പറാഗസ് നിങ്ങളിതുപോലെ തോരൻ വെച്ചിട്ടുണ്ടോ? ഞാൻ നെറ്റിൽ കണ്ടു. പയറു തോരൻ പോലെ തന്നെയാണെന്ന് പറഞ്ഞത്. കഴിച്ച് നോക്കിയിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ടത് ഉണ്ടാക്കുന്നത്. നോക്കി നമുക്ക് തോരൻ നമ്മൾ അരക്കില്ലേ, അതുപോലെ കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ വളരെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അതൊന്ന് നമുക്ക് തോരന് വേണ്ടി ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ആസ്പറാഗസ് വേവും. ഇച്ചിരി വെന്ത് കേട്ടോ. ഇനി നമുക്ക് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്.
അരച്ച് വെച്ചേക്കുന്നത് ഇതിനകത്തോട്ടിട്ട് നമുക്കത് മൂടി വെക്കാം. അപ്പോൾ ആ തേങ്ങ കുറച്ച് നേരം കിടന്നൊന്ന് വീഴും. തേങ്ങ നമുക്ക് കൊത്തി ഒളിപ്പിച്ചേക്കാം. എന്നിട്ട് അടച്ചേക്കാം. നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഓ, അത്ര കുറച്ച് കുറവും തേങ്ങ ഇച്ചിരി കൂടുതലുമാണെന്ന് തോന്നുന്നല്ലേ. സാരില്ല. ഏകദേശം വെന്തിട്ടുണ്ടത്. അതൊന്ന് ഇച്ചിരി കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് ഇനി അടച്ച് വേവിക്കുന്നില്ല. പക്ഷെ തുറന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇത് അവന്മാർക്ക് ഞാൻ ഇന്ന് രാത്രി പാസ്ത ഉണ്ടാക്കി കൊടുക്കുവാണ്. ഇച്ചിരി ബട്ടറിൽ ക്യാരറ്റ് ഒന്ന് വഴറ്റുക. ഈ പാസ്ത എനിക്കൊന്ന് ഞാൻ ഇതിനു മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു അങ്കലാപ്പ്. മറ്റത് ഡാൻസിൻ്റെ വീഡിയോ എടുക്കുന്ന അവന്മാരെടുത്ത് വരുവേ. ഞാനിങ്ങനെ വീഡിയോ ഇപ്പോൾ സ്വന്തമായിട്ട് എടുത്തിട്ട് കുറേ നാളായി. ഇപ്പോൾ ഒരു പരതൽ പോലെ അത് ചെയ്തിട്ട് ഇത് ചെയ്യുക, അത് ചെയ്തിട്ട് ഇത് ചെയ്യുക. മറ്റതാണെങ്കിൽ എപ്പോഴും എടുക്കുമെന്നല്ല, എങ്കിലും ഒരു പരതൽ ഇത്ര ഇല്ലായിരുന്നു. ഇതിപ്പം കുറേയൊക്കെ നാൾക്ക് ശേഷം ആയതുകൊണ്ടാണ് ഇത്. പാസ്തയുടെ ആക്ച്വലി ഇതിനു മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെറുതെ എന്താ വാഴ നനയ്ക്കുമ്പോൾ ചീര നനയെന്ന് പറയുന്ന പോലെ സൈഡിൽ കൂടെ ചേർന്ന് എടുത്തതേ ഉള്ളൂ. മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇത് 2 ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് അവന്മാരെന്തെങ്കിലും പറയാമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ ടൈപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ടേക്കണം. ലവന്മാർക്കതൊന്നും ഇഷ്ടമില്ല, എങ്കിലും ഞാനും കിട്ടും. വെള്ളം തിളച്ച് ഇനി നമുക്ക് ഇതെടുത്തങ്ങ് ഒഴിക്കാതെ ക്യാപ്സിക്കം കൂടെ ഇട്ടേ. ഈ 2 പച്ചക്കറിയും കൂടെ ഉള്ളൂ. ഇത് 2 ഇടുന്നുള്ളൂ. ഇതെങ്കിലും അകത്ത് പോട്ടെ നോർത്ത് ഇടുക. പിന്നെ ഒരിച്ചിരി ബോൺലെസ് ചിക്കനും കൂടെ ഇടും. ഇത് അതാണ് ഇതിൻ്റെ പാസ്തയിൽ ഞാൻ മിക്സായിട്ട് എടുക്കുന്നത്. ആരോനാണെങ്കിൽ ചിക്കനൊന്നും ഇഷ്ടമില്ലേ, പക്ഷെ അപ്പന് ഇഷ്ടവുമാണ്. അപ്പം ഞാൻ ചിക്കൻ ഇട്ടിട്ട് ആരോന് ചിക്കൻ ഇച്ചിരി മാറ്റി അങ്ങ് കൊടുക്കും. ഒരിടയ്ക്ക് ഞാൻ ബോൺലെസ് ചിക്കൻ വേവിച്ചിട്ട് അരച്ചിട്ട് കൊടുക്കുമായിരുന്നു. അരച്ച് അപ്പോൾ ഇത് ഒരുമാതിരി എന്താ തോരനല്ല, ഈ തേങ്ങ ചിരണ്ടി അതുപോലത്തെ ഇതിൽ കിടക്കുന്നത്. നമ്മുടെ ആ പാസ്തയുടെ ഗ്രേവിയിലൊക്കെ കിടക്കുമ്പോൾ അറിയത്തൊന്നുമില്ല. അങ്ങനെ കൊടുക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് അതും വേണ്ട. അതുകൊണ്ടിട്ട് അതും നിർത്തിയാൽ നമ്മുടെ പാസ്തയുടെ വൈറ്റ് പാസ്തയാണ് ഉണ്ടാക്കുന്നതെന്ന് മറ്റേ പാസ്ത പേസ്റ്റ് എൻ്റെ കയ്യിലില്ല. എനിക്ക് തക്കാളിയൊക്കെ അരച്ചുണ്ടാക്കാനൊരു മടി. തൽക്കാലം വൈറ്റ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ ചിക്കനും പച്ചക്കറിയൊക്കെ ഒന്ന് ഇതിനകത്തോട്ടിട്ട് നമുക്ക് പാസ്തയും കൂടെ ഇടാം. പാസ്തയും കൂടെ ചേർത്ത് നമുക്കെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം.
ഞങ്ങൾ പാസ്ത റെഡി. അപ്പോൾ ചൂട് ചോറ്, ശതാവരി തോരൻ, ഇച്ചിരി ചമ്മന്തി, കുറച്ച് കൊഞ്ച് പൊരിച്ചത്. അപ്പോൾ കഴിക്കുമല്ലേ?